Friends, welcome to Commerce Bytes. Now we are going to discuss few topics from higher education. Before that, let's move to the question which was held on 10th January 2021. The question is here. Which Education Commission recommends the establishment of DIET, which means District Institute for Education and Training? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള ഷോർട്ട് ഫോംസ്, അതായത് DIET അങ്ങനെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളത് അബ്രിവേഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മൈൻഡിലൊന്ന് തിങ്ക് ചെയ്യുക. D for District, I for Institute, E for Education, T for Training. ഇതൊക്കെ ആയിരിക്കും മെയിനായിട്ട് വന്ന വേർഡ്സ്. മനസ്സിലായോ? സോ എപ്പോഴും ട്രൈ ടു ഗസ് വാട്ട് ഇറ്റ് വിൽ ബി. എന്തായിരിക്കും ഇത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് വർക്ക് നടത്തി നോക്കുക. ഇറ്റ് വിൽ ബി കറക്റ്റ്. ഓക്കെ, സോ മൂവിങ് ടു ദ ഓപ്ഷൻസ്: ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഇസ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് എഡ്യൂക്കേഷൻ കമ്മീഷൻ റെക്കമെൻഡ്സ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് DIET. ഏത് എഡ്യൂക്കേഷൻ കമ്മീഷനാണ് DIET എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ദ ആൻസർ ഇസ് ഓപ്ഷൻ D, ദാറ്റ് ഈസ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യം പെട്ടെന്ന് തന്നെ ആൻസർ ക്ലിക്കാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഹയർ എഡ്യൂക്കേഷൻ പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നെടുന്തൂണ്, ഒരു സ്ട്രോങ് പില്ലർ എന്ന് പറയുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനാണ്. കാരണം നമുക്കറിയാം എഡ്യൂക്കേഷനാണ് മെയിനായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ പഠിക്കുന്നത്. സോ അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. അതിൻ്റെ കുറേ ടേമുകളാണ് നമ്മളിങ്ങനെ 2-3 ഡേയ്സ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഓരോ അബ്രിവേഷൻസും. സോ ഓട്ടോമാറ്റിക്കലി DIET എന്ന് പറയുന്ന ആ ഒരു സംഭവം റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനാണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് എല്ലാം നോക്കിയേ. ബാക്കി എല്ലാ ഓപ്ഷൻസും ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സംഭവം നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും മുകളിലായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ DIET എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. District Institute for Education and Training in the year 1987 October. From the word itself, it's clear that District Institute for Education and Training. District wise institutes എന്തിനാണ്? ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. സോ ഡിസ്ട്രിക്ട് ലെവൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഈച്ച് ഡിസ്ട്രിക്ട്. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഗവൺമെൻറ് പോളിസീസ്. ഗവൺമെൻറ്റിൻ്റെ കുറച്ച് പോളിസീസ് ഉണ്ട്, അത് കോർഡിനേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഈ ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പിന്നത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സെൻറ്റർ ഓഫ് ഗൈഡൻസ് ഫോർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് സ്കൂൾ ഫോർ ദ ഡിസ്ട്രിക്റ്റ്. ഒരു പെർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ കീഴിലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോടാണ് നമ്മളെല്ലാ ഡീറ്റെയിൽസും, ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ, എല്ലാ ഗൈഡൻസും എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും സ്കൂളുകളും എല്ലാം ഇതിൻ്റെ കീഴിലാണ് ഗൈഡൻസ് ചോദിച്ച് അവരുടെ കീഴിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ, ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് എഡ്യൂക്കേഷൻ ട്രെയിനിങ്. മനസ്സിലായില്ലേ? So it works as a platform for research and experiment work. It organizes the program to train the teachers for elementary education. എലിമെൻ്ററി എഡ്യൂക്കേഷനിലെ ഏറ്റവും താഴെയുള്ള ഒരു എഡ്യൂക്കേഷൻ, അതിനുള്ള ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ്ങും ഈ DIET പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. It supports to improve the standard of the primary, etc. This is a nodal agency for providing academic and resource support and district. I hope it's clear to you, right? So ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ മെയിനായിട്ടുള്ള സംഭവം ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടായിരിക്കും. ഓരോ ഡിസ്ട്രിക്റ്റിലും ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ടീച്ചേഴ്സിന്, എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എ നോഡൽ ഏജൻസി ഫോർ പ്രൊവൈഡിങ് ദ അക്കാഡമിക് ആൻഡ് ദ റിസർച്ച് സപ്പോർട്ട് അറ്റ് ഈച്ച് ഡിസ്ട്രിക്ട്. അപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു ഡിസ്ട്രിക്റ്റിന് ഫോക്കസ് ചെയ്ത് ഒരു കീവേഡ് ടു ദ ലാസ്റ്റ് ഓഫ് ദ
ക്വസ്റ്റ്യനായിട്ട് വരികയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നുള്ളത് ലോക്ക് ചെയ്യാം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? Okay, moving to next question. Which among the following is the function of NCTE? Before moving to the options, let me clarify one thing. നമ്മളുടെ ഹയർ എഡ്യൂക്കേഷനിൽ ഒന്നില്ലെങ്കിൽ പെർട്ടിക്കുലർ ടു ദ ക്വസ്റ്റ്യൻ ഒരു കീവേഡ് ആയിരിക്കും അതിൻ്റെ ആൻസേഴ്സ് എന്ന ഓപ്ഷൻസിൽ വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലത്തെ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ ഫംഗ്ഷൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ ഫംഗ്ഷൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ദ റോൾ ഓഫ് ദിസ് NCTE, അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. സോ മേക്ക് ഷുവർ ദാറ്റ് യു സ്റ്റഡി ദ ഫുൾ ഫോം, ദ എയിം, ഒബ്ജക്റ്റീവ്സ്, അവരുടെ കുറച്ച് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അവരുടെ ആ ലെറ്റേഴ്സ് പഠിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിക്കാവുമെന്ന്. അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വിച്ച് ഇസ് ദ ഫങ്ഷൻ ഓഫ് NCTE ആണ് ചോദിച്ചിരിക്കുന്നത്. NCTE ഞാൻ ഓൾറെഡി നിങ്ങളെ പഠിപ്പിച്ചതാണ് ഇൻ മൈ പ്രീവിയസ് ബിഫോർ 2 വീഡിയോസ്, റൈറ്റ്? സോ ഇതിൻ്റെ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്നത് ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് എ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ബോത്ത് ഇൻ ടേംസ് ഓഫ് പോളിസി ആൻഡ് പ്ലാനിംഗ്. Option B, to achieve the planned and coordinated development of a teacher education system throughout the country. Option C, conduction and promotion of educational research. And option D, the centers of guidance for educational institutions and schools of a district. സോ ഫസ്റ്റ് നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഓവറോൾ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ. സോ ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ സെക്ടറില്ലേ അതിൻ്റെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ അതിൻ്റെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് ആണെന്ന്. NCTEൻ്റെ ഫുൾ ഫോം അങ്ങനെയാണോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? NCTEൻ്റെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ഇവിടെ മെയിനായിട്ട് ഉള്ള ഹൈലൈറ്റ് വന്നിരിക്കുന്നതും പിന്നെ നമുക്കറിയാവുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ബിയിലേക്കാണ് പാസ് ഔട്ട് ചെയ്ത് പോണത്. ടു അച്ചീവ് പ്ലാൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി എന്ന്. മനസ്സിലായോ? ടെക്നിക്ക് ക്ലിയർ ആയില്ലേ? ഇപ്പോൾ ഈ ഓപ്ഷൻ ബിയിൽ ഇത് കണ്ടോ, ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ, ആ ഒരു പോയിൻ്റ് വന്ന് കണ്ടോ, അതാണ് നമ്മുടെ കീവേഡ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്, റൈറ്റ്? അപ്പോൾ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ, ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ, അങ്ങനെയുള്ള കുറച്ച് ബ്ലാബ്ല അതാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ ബിയിൽ നമ്മളുടെ ആ ഒരു സംഭവത്തിൻ്റെ ഫുൾ ഫോം തന്നെ വന്നിട്ടുണ്ട്. NCTE എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. അപ്പോൾ ടീച്ചർ ഇവിടെ പ്രസൻ്റ് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഓപ്ഷൻ സിയും ഡിയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യാം. ഓപ്ഷൻ സി പറഞ്ഞിരിക്കുന്നത് കണ്ടക്ഷൻ ആൻഡ് പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച്. എഡ്യൂക്കേഷണൽ റിസർച്ച് സംബന്ധപ്പെട്ട ഒരു പോയിൻ്റാണ്, അത് നമുക്കിവിടെ ആവശ്യമില്ല. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ദ സെൻറ്റർ ഓഫ് ഗൈഡൻസ് ഫോർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദ സ്കൂൾസ് ഓഫ് എ ഡിസ്ട്രിക്റ്റ്. ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് നിർത്തിയുള്ളൂ. DIET അതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഡിസ്ട്രിക്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഡ്യൂക്കേഷണൽ ട്രെയിനിങ്. സോ ഈ ഡിസ്ട്രിക്റ്റ് അവിടെ കീവേഡായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ DIETൻ്റെ ഒരു ഫങ്ഷനായിട്ടായിരിക്കും ഈ ലാസ്റ്റത്തെ ഓപ്ഷൻ വന്നിരിക്കുന്നത്. സോ വി ആർ കൺഫേമിങ് ദാറ്റ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് ടു അച്ചീവ് പ്ലാൻഡ് ആൻഡ് കോർഡിനേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ ഔട്ട് ദ കൺട്രി. അതായിരിക്കും നമ്മുടെ ഇതിൻ്റെ ആൻസർ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ, റൈറ്റ്? ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ആ ഒരു ഐഡിയ, ആ ഒരു ലോജിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ടപ്പേന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസേഴ്സ് പെട്ടെന്ന് തന്നെ ലോക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ഒരു ലോജിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമൺ സെൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യിപ്പിച്ചാൽ മതി, കാര്യങ്ങൾ റെഡി ആയിക്കോളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എന്തായാലും സിംഗിൾ ലൈനേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, വിച്ച് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ യു. സോ kindly watch the next video. Before closing this video, let me discuss one more short topic. ഭയങ്കര ഈസിയാണ് പഠിക്കാൻ, എന്നാൽ കുറച്ച് പവർഫുള്ളാണ്. സോ ദ topic is Udhan education, which focus on the development of a girl education. ഇതെന്ന് പറയുന്നത് this Udhan is a platform that empowers the girl education, facilitate their aspiration of joining the prestige engineering institutions and take important role in the development and the progress of the country in future. നമ്മളുടെ ഈ ഒരു ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രി ആണെങ്കിൽ കൂടി
നമ്മളുടെ ഈ ഇന്ത്യയിൽ ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒന്ന് പുറകോട്ടാണ്. സോ അതൊന്ന് എംപവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് എൻകറേജ് ചെയ്ത് ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഈ ഉദൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ +1 +2 നമ്മൾ സയൻസ് ഗ്രൂപ്പാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനോട് പാരലായിട്ട് സാറ്റർഡേ സൺഡേസ് ബ്രില്യൻസിൽ കോച്ചിങ്ങിന് പോയില്ലേ, അതുപോലെയുള്ള ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമാണ് ഉദൻ എന്ന് പറയുന്നത്. UDAAN. Understood? Under this program, the students are provided free offline or online resources that virtual weekend class നമ്മളുടെ മറ്റേ ബ്രില്യൻസിൻ്റെ ആ ഒരു കോച്ചിങ് സെൻറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. +1 +2 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിഷൻ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവിടെ ഒരു അഡ്മിഷൻ ടെസ്റ്റ് ഉണ്ട്. അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഉദൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ അവൈലബിലിറ്റി ഓഫ് ദ ട്യൂട്ടോറിയൽസ്, വീഡിയോസ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ബൈജൂസ് ആപ്പിനെ പറ്റി. അതുപോലെ ഓരോ ട്യൂട്ടോറിയൽസ്, വീഡിയോസ്, സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യും. ഓർഗനൈസേഷൻ ഓഫ് വെർച്വൽ കോൺടാക്ട് ക്ലാസ് അറ്റ് 60 ഡെസിഗ്നേറ്റഡ് സിറ്റി സെൻറ്റേഴ്സ് അവരുടെ ഒരു മികച്ച ഫീച്ചേഴ്സാണ്. പ്രീലോഡഡ് ടാബ്ലറ്റ് ടു ഫെസിലിറ്റേറ്റ് ദറ്റ് ലേണിംഗ് ബിയോണ്ട് ക്ലാസ് റൂം. അതാണ് അവരുടെ മെയിനായിട്ടുള്ള ഒരു എയിം എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഡെവലപ്മെൻറ്റ് ഓഫ് ഗേൾ എഡ്യൂക്കേഷൻ എന്ന് ഫോക്കസ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്, ദാറ്റ് ഈസ് ഉദൻ. പിന്നെ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അസസ്മെൻറ്റ് നോക്കാൻ പറ്റും. അവർ വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വൈസ് ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. അതും ആസ് ഇഫ് ഒരു റിയലായിട്ടൊരു എക്സാം കണ്ടക്ട് ചെയ്യുന്ന പോലെ തന്നെ അവരൊരു എക്സാം ക്രിയേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഒരു അസസ്മെൻറ്റ് എടുക്കാൻ പറ്റും. നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്തു, എനിക്കിനി എത്രത്തോളം ഹൗ ഫാർ ടു ഗോ ടു അച്ചീവ് മൈ എക്സാം, അതൊക്കെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വരും. അതുപോലെ റെമഡിയലായിട്ടുള്ള സ്റ്റെപ്സ്, നമ്മളിപ്പോൾ കുറച്ച് ബാക്ക്വേർഡ് ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു റെമഡിയൽ കോച്ചിങ് അവൈലബിൾ ആണ്. മോട്ടിവേഷൻ സെഷൻസ് ഉണ്ട്, പിയർ ലേണിംഗ് ഉണ്ട്, മെൻ്റൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഈ ഉദൻ ലേണിംഗ്. സോ ഗേൾസ് ആരും മറക്കാൻ പോണില്ല ഈ ടോപ്പിക്ക്. എന്നാലും ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, ഡെവലപ്മെൻറ്റ് ഓഫ് ഗേൾ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോ ഉദൻ എഡ്യൂക്കേഷനാണ്. Most of the students may be unaware of this topic, right? So here is the topic, that is Udan education. Let's see in the next video. Till then, bye. Thank you.